അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പഠിതാക്കളെ, നമ്മൾ തജ്വീദിൻ്റെ നിയമങ്ങൾ പഠിച്ചുകൊണ്ട് പോവുകയാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് സാക്കിനായ മീമിൻ്റെ നിയമങ്ങളിൽപ്പെട്ട ഇഖ്ഫാ, ഇദ്ഹാർ, ഇദ്ഗാം, ഇതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. സാക്കിനായ മീമ് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അത് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. എന്നാൽ സാക്കിനായ മീമിന് ഇഖ്ഫാ, ഇദ്ഹാർ, ഇദ്ഗാം ഇങ്ങനെ നിയമങ്ങളുണ്ടല്ലോ. എന്നാൽ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ, ഇതാണ് സുക്കൂനുള്ള മീമ്. ഈ മീമിന് ശേഷം ബാ വന്നാൽ, ഇവിടെ ബാ എന്നല്ല. അപ്പോൾ ഇങ്ങനെ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. പഠിച്ചു. അതേപോലെ തന്നെ സുക്കൂനുള്ള മീമ്, ഇതാ സുക്കൂനുള്ള മീമ്, അതല്ലെങ്കിൽ വലം യകുല്ലഹു, വലം, ഇത് സുക്കൂനുള്ള മീമാണ്. ഈ സുക്കൂനുള്ള മീമിന് ശേഷം മറ്റൊരു മീമ് വന്നാൽ, ഇവിടെ വന്നിട്ടില്ല മറ്റൊരു മീമ്, സുക്കൂനുള്ള മീമിന് ശേഷം വേറൊരു മീമ് വന്നാൽ ഇത് ആം ചെയ്യണം എന്നും പഠിച്ചു. അപ്പോൾ അത് രണ്ടും നമ്മൾ പഠിച്ചു പോയതാണ്. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ എന്താണ്, എങ്ങനെയാണ് ഓതേണ്ടത് എന്നൊക്കെ നമ്മൾ വളരെ കൃത്യമായി പഠിച്ചു. കുറേ ആളുകൾ അത് കേട്ട് വായിച്ച് പറഞ്ഞും തന്നു. എന്നതുപോലെ തന്നെ സുക്കൂനുള്ള മീമിന് ശേഷം മറ്റൊരു മീമ് വന്നാൽ ഇത് ആം ചെയ്യണം എന്നും നമ്മൾ പഠിച്ചു. എന്നാൽ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ്? സുക്കൂനുള്ള മീമിന് ശേഷം സുക്കൂനുള്ള മീമിന് ശേഷം മീമോ ബാ ഓ അല്ലാത്ത, നല്ല ശ്രദ്ധിക്കണേ, സുക്കൂനുള്ള മീമിന് ശേഷം ബാ ഓ മീമോ അല്ലാത്ത മറ്റു അറബിയിലെ ഏത് അക്ഷരം വന്നാലും, അറബിയിലെ അക്ഷരങ്ങളില്ലേ, ആ അറബിയിലെ അക്ഷരങ്ങളിൽ മീമും ബാവും അല്ലാത്ത, സുക്കൂനുള്ള മീമിന് ശേഷം മീമും ബാവും അല്ലാത്ത ഏത് അക്ഷരങ്ങൾ വന്നാലും വ്യക്തമായി ഓതണം, വ്യക്തമായി ഉച്ചരിക്കണം, ഇൽഹാർ ചെയ്യണം. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാ, അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഇവിടെ രണ്ട് ഉദാഹരണം വന്നു. അല്ലദീന ഹും, സുക്കൂനുള്ള മീമിന് ശേഷം ബാ അല്ല വന്നത്, മീമും അല്ല വന്നത്, ആ എന്നുള്ള അക്ഷരമാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. സ്വലാത്തിഹിം സാഹൂൻ, ഇവിടെയും സുക്കൂനുള്ള മീമിന് ശേഷം സീനാണ് വന്നത്, അപ്പോൾ ഇൽഹാർ ചെയ്യണം. സ്വലാത്തിഹിം സാഹൂൻ എന്നോതൂല. നേരെ മറിച്ച് ഇവിടെ മീമാണെങ്കിലോ സ്വലാത്തിഹിം അങ്ങനെ മണിക്കും. എന്താണോ എങ്ങനെയാണോ അങ്ങനെ ഇത് ആം ചെയ്യും, ഇത് ആം ചെയ്ത് ഓതും. അതേപോലെ തന്നെ ഇവിടെ ബ ആണെങ്കിലോ ഇഖ്ഫാ ചെയ്ത് ഓതും. അപ്പോൾ ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നിട്ടില്ല, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം എന്ത് വന്നിട്ടില്ല, പിന്നെ മീമും വന്നിട്ടില്ല. അപ്പോൾ ഏതൊരു സുക്കൂനുള്ള മീമാണെങ്കിലും ആ മീമിൻ്റെ ശേഷം ബാ ഓ, അതല്ല എങ്കിൽ മീമോ അല്ലാത്ത ഏത് അക്ഷരം വന്നാലും ഇൽഹാർ ചെയ്യണം. പഠിച്ചല്ലോ. ഇതാ, വലം
യകുല്ലഹു കുഫുവൻ അഹദ്. ഇവിടെയാണ് നമ്മളെ നിയമം കിടക്കുന്നത്. ഇപ്പം പഠിക്കുന്ന നിയമം. ഇവിടെയൊക്കെ നിയമമുണ്ട്. ഇത് നമ്മൾ പഠിച്ചിക്കണ്. കുഫുവൻ അഹദ് ഇവിടെ നമ്മൾ പഠിച്ചിക്കണ്. എന്നാൽ ഒന്നുകൂടി പറയാം. അവിടെ വലം യകുല്ലഹു എന്നുള്ള വലം എന്നുള്ളിടത്ത് സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നിട്ടില്ല, മീമ് വന്നിട്ടില്ല, യാ എന്നാണ് വന്നത്. ഇദ്ഹാറാണ്. ഒന്നും കൂടെ പറയുന്നു. സുക്കൂനുള്ള മീമിന് ശേഷം ബാओ മീമോ അല്ലാത്ത ഏത് അക്ഷരം വന്നാലും ഇദ്ഹാർ ചെയ്യണം, വ്യക്തമാക്കി ഓതണം. ഇനി യകുല്ലഹു സുക്കൂനുള്ള നൂനിന് ശേഷം ലാ വന്നു. ഇത് ആമുൻ ബിലാ ഉന്ന മണിക്കൂല. കുഫുവൻ അഹദ് ഇവിടെ തെൻവീൻ ഫതഹിന് ശേഷം ആ വന്നു. ഇദ്ഹാർ. ഇദ്ഹാറിൻ്റെ അക്ഷരമാണ് ആ. ഇവിടെ എങ്ങനെ ഓതുക? വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന ഓതുക. ഇവിടെ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഇവിടെ അൻ സ്വ ഇഖ്ഫ ആണ്. ഇവിടെ മണിക്കണം. ഇവിടെ അല്ലദീനഹും അൻ എന്നാണ്. ഇവിടെ ഇദ്ഹാറാണ്. അൻ സ്വലാത്തിഹിം ഇവിടെ ഇഖ്ഫ ആണ്. മനസ്സിലായല്ലോ? ഇനി വലം യകുല്ലഹു കുഫുവൻ അഹദ് സുക്കൂനുള്ള മീമിന് ശേഷം യാ വന്നു. അപ്പം ഇവിടെ ഇദ്ഹാറാക്കണം. ഇനിയോ ഈ ഉദാഹരണം നോക്കൂ. അഅൻദർതഹും അം ലം തുൻദിരുഹും. ഉണ്ടോ? അഅൻദർതഹും. മനസ്സിലായില്ലേ? അഅൻദർതഹും അം ലം തുൻദിരുഹും ലാ യുഅ്മിനൂൻ. അഅൻദ ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാ വന്നു. ഇഖ്ഫാ. അൻദർതഹും അം ലം. അൻദർതഹും അം ലം. ഉണ്ടോ? സുക്കൂനുള്ള മീമിന് ശേഷം ആ വന്നു. ഇതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. സുക്കൂനുള്ള മീമിന് ശേഷം ആ വന്നു. അപ്പം ഇവിടെ ബാ അല്ല വന്നിക്കണത്, ഇവിടെ മീമല്ല വന്നിക്കണത്. ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം, മീമ് വന്നാൽ ഇദ്ഗാം ചെയ്യണം. ഇവിടെ ആ എന്നാ വന്നത്, അപ്പോൾ ഇദ്ഹാർ ചെയ്യണം. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം അറബിയിലെ മറ്റ് ഏത് അക്ഷരം മീമും ബാവും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും ഇദ്ഹാർ ചെയ്യണം. അം ലം തുൻദിരുഹും. അം ലം തു. ഉണ്ടോ? ലം തു. ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം തൂ എന്ന് വന്നു. ഇദ്ഹാർ ചെയ്യണം, വ്യക്തമാക്കണം. തുൻദിരുഹും. ഉണ്ടോ? തുന്തി. സുക്കൂനുള്ള നൂനിന് ശേഷം ദാ വന്നു. ഇഖ്ഫാ. ഇത് സാക്കിനായ നൂനിൻ്റെ നിയമമാണ്. ലാ യുഅ്മിനൂൻ. മനസ്സിലായല്ലോ? അടുത്തത് ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇവിടെ നോക്ക് നിങ്ങൾ. ആരെയും ഗൈരിൽ മഗ്ലൂബി അലൈഹിം എന്ന് അതിലുണ്ടോ? ഇല്ല. എന്തേ കാരണം? സുക്കൂനുള്ള മീമാണ്. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം വാ എന്ന അക്ഷരമാണ് വന്നിക്കണത്. യാ ഉ അല്ല. അല്ല, സുക്കൂനുള്ള മീമിന് ശേഷം വാ മീമുമല്ല ബാവുമല്ല വാ എന്നുള്ള അക്ഷരമാണ് വന്നത്. അപ്പോൾ സിറാത്തല്ലദീന അൻഅം ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. അലൈഹിം എന്നാരും ഓതലില്ല. കാരണം സുക്കൂനുള്ള മീമിന് ശേഷം വാ എന്നാ വന്നത്. ഇവിടെ ബാന്നും വന്നിട്ടില്ല, മീമും വന്നിട്ടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം മറ്റ് ഏത് അക്ഷരം വന്നാലും ഇദ്ഹാർ ചെയ്യണം. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. ഇവിടെ കണ്ടങ്ങൾ അലം യജ്അൽ എന്ന് ഓതൂല. കാരണം സുക്കൂനുള്ള മീമിന് ശേഷം യാ എന്നാ വന്നത്. മനസ്സിലായല്ലോ? ബാ എന്നല്ല, മീമല്ല, ബാ അല്ല. അപ്പം അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാ വന്നാൽ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം
മീമ് വന്നാൽ ഇത് ആം ചെയ്യണം. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാओ മീമോ അല്ലാത്ത വേറെ ഏത് അക്ഷരം വന്നാലും ഇദ്ഹാർ ചെയ്യണം. ഇതാണ് നമ്മൾ പഠിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.